കാര്യമില്ല, അതൊന്നും നോക്കിയിട്ടേ കാര്യമില്ല നമുക്ക്. ഒരു റിയാലിറ്റി നമ്മൾ അവിടെ എല്ലാവന്മാരുടെയും കൊണയും തീർത്തു കൊടുത്തിട്ടുണ്ട് ദ ബ്രാൻഡ്. ഒരുപക്ഷെ ഒരു 10-15 ദിവസം വരെ ഒട്ടും പ്രൊമോഷൻ ഇല്ലാതെ, ഗ്രൗണ്ട് ലെവലിൽ ഒട്ടും ഹൈപ്പ് ഇല്ലാതെ, സാധാരണ പ്രേക്ഷകരുടെ ഇടയിൽ ഒട്ടും ഇറങ്ങിച്ചെല്ലാത്തൊരു സിനിമയായിരുന്നു എമ്പുരാൻ. പക്ഷെ ബുക്കിംഗ് തുടങ്ങിയപ്പോൾ അതൊന്നും എവിടെയും പറഞ്ഞു കേട്ടില്ല. കേരളത്തിലെ കൊച്ചു ടൗണുകൾ മുതൽ വലിയ സിറ്റികളിൽ വരെയുള്ള, മാളുകളിൽ വരെയുള്ള 700-800 രൂപയ്ക്ക് വരെ ടിക്കറ്റുകൾ ചൂടപ്പം പോലെ വിറ്റഴിയും. പക്ഷെ മോഹൻലാലിനേക്കാളും ഒരു സൂപ്പർ സ്റ്റാർഡം അച്ചീവ് ചെയ്തിട്ടുള്ള മോളിവുഡിന്റെ ഒരു എൻ്റയർ ഹിസ്റ്ററിയിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഉണ്ടാവുമെന്ന് തന്നെ സംശയമാണ്. അദ്ദേഹത്തിന്റെ കണ്ടംപററീസ് ആയാലും അദ്ദേഹത്തിന്റെ മുമ്പ് ഉണ്ടായിരുന്ന ആളുകളായാലും ഒക്കെ എടുത്ത് കമ്പയർ ചെയ്ത് നോക്കിയാലും ഇത്രത്തോളം വലിയൊരു സൂപ്പർ സ്റ്റാർ മറ്റാർക്കേലും ഉണ്ടായതായിട്ട് എനിക്ക് തോന്നി. ഒരുപക്ഷെ ഒരു എൻ്റെ ഫിലിമോഗ്രഫിയിൽ ഒരുപാട് ഹൈ പോയിന്റും ലോയും കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം കടന്നുപോയിട്ടു. പക്ഷെ പോലും ആ ഒരു രീതിയിലുള്ള വരവേൽപ്പ് കിട്ടാതിരുന്നിട്ടില്ല. ഒരുപക്ഷെ ആ ഒരു സ്റ്റാർഡം തന്നെയാണ് ഈ ഒരു, അല്ലെങ്കിൽ ഇത്രയും നാളും സെറ്റ് ചെയ്ത് വെച്ച വർക്കുകളുടെ ആ ഒരു ക്വാളിറ്റി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫ് സ്ക്രീനിലുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ബിഹേവിയർ, അല്ലെങ്കിൽ ആ ഒരു ഇമേജ്, ഇതൊക്കെ തന്നെയായിരിക്കും അദ്ദേഹത്തിന് ഇപ്പോഴും ആ ഒരു ടോപ്പിൽ എത്തി നിൽക്കുന്നത്. സത്യം അല്ലേ? സത്യം പറഞ്ഞ ഗവൺമെന്റ് ഒരു ഫ്രീ പ്രൊമോഷൻ കൊടുത്തു എന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം പടം നന്നായിട്ട് മര്യാദയ്ക്ക് ഒരു ആവറേജ് രീതിയിൽ നല്ലതായിട്ട് ഓടിക്കൊണ്ടിരുന്ന സമയത്ത് എല്ലാരും വന്നിട്ട് പറഞ്ഞ് അതിൽ എന്തൊക്കെയോ കട്ട് ചെയ്ത് മാറ്റാൻ പോവാണെന്ന്. എൻ്റെയർലി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ആൾക്കാരുടെ പേര് എല്ലാം കൂടി ഒരു 2 മിനിറ്റാണ് കട്ട് ചെയ്ത് കളഞ്ഞത്. ഇത് കട്ട് ചെയ്യാൻ പോവാന്ന് പറഞ്ഞപ്പം കളക്ഷൻ ഒന്ന് കുറഞ്ഞു വന്നപ്പോഴത്തേക്കിന് നേരെ ഇത് കട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് കാണാന്ന് പറഞ്ഞ് ഒരു 10-20,000 പേരും എല്ലാം കൂടെ കൂടി വീണ്ടും ഇടിച്ചു കയറി ഡബിൾ പൈസ കൊടുത്ത് പടം കാണാൻ തുടങ്ങി. നഷ്ടം ആർക്കായിരുന്നു? ആർക്കും ഒരു നഷ്ടം ഉണ്ടായില്ല, ലാഭം മാത്രമേ ഉണ്ടായുള്ളൂ. അവര് കയറി പടം കണ്ട് കളക്ഷനും കൂടി അങ്ങനെ ആയത്. മനസ്സിലായ? അതായിരുന്നു സത്യം. ഗവൺമെന്റ് ശരിക്കും പറഞ്ഞ ആരിത് ഇതാക്കാൻ വേണ്ടി സമരം ചെയ്തോ അവർക്ക് നേരെ തിരിച്ചടിയായിരുന്നു. ഇവർക്ക് പൈസ കിട്ടേണ്ടത് അവർക്ക് കിട്ടി. പറയാതിരിക്കാൻ വയ്യ. കിട്ടിയല്ലേ? അമ്പോ, ഇത് നമ്മുടെ ഇവിടെ നിന്ന് ഓടിക്കാൻ പോലും പറ്റൂലടാ. വെയിറ്റ് ഫോർ ദ എൻഡ്. What will makes you happy? എന്താ പോയത്? ഈ സ്പീഡിലൊക്കെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നത് ഒരു കാറ്? എനിക്കൊക്കെയാണ് ഒരു ഹലോ ഹലോ വേറൊരു കാര്യമുണ്ട്. ഈ റാലി കാർസിന്റെ ഒക്കെ സേഫ്റ്റി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് ഇനി 10 തല കുത്തി വീണ് മറിഞ്ഞാലും 4 കാലിലേ വന്ന് വീഴത്തുള്ളൂ. അതിനകത്ത് ഇരിക്കുന്നവർക്ക് ഈ തുമ്മലൊന്ന് നിന്നിരുന്നെങ്കിൽ എന്റെ ദൈവമേ, അതിനകത്ത് ഇരിക്കുന്നവർക്കൊന്നും പറ്റത്തുമില്ല. പറ്റിയിട്ടൊക്കെ ഉണ്ട്, എന്നാലും ഒരു പരിധി വരെ സേഫാന്ന് പറയാം. ആ ഒരു കോൺഫിഡൻസ് അവർക്കുണ്ട്. മനസ്സിലായി. കവാസാക്കി ഇറക്കിയ ബൈക്കിനെ വെല്ലുന്ന അഡാർ ഐറ്റം. ഇത് ഒറിജിനൽ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അല്ലല്ല, ഇത് കോൺസെപ്റ്റാ. ഇത് ഗെയിം എന്തോ ആണിത്. പിന്നെ ജുമാൻജി എനിക്ക് ഒടുക്കത്തെ തുമ്മല് വരുന്നത് കേട്ടാ. അണ്ണാ ഇതെന്റെ ചേട്ടൻ വരച്ചതാ. റെട്രോ നൈസ്, അടിപൊളിയായിരുന്നു ക്യാറ്റ്സർ. അണ്ണാ ഇത് കണ്ടായിരുന്നോ? കഴിഞ്ഞ 3 കൊല്ലത്തിനെടുത്ത് 3ാമത്തെ സിറ്റിയാണ്. ഈ സിറ്റിയിലേക്ക് എനിക്ക് ഒരു കൊല്ലത്തിൽ മേലെ നിൽക്കണം. ഈ സാധനം ഭയങ്കര ക്രിഞ്ചല്ലേ? ആഗ്രഹമുണ്ട്. അതുകൊണ്ട് മള്ളിയൊക്കെ ഇച്ചിരി കുറക്കണം. വാസോണ ഒന്നും ഓർത്ത് പേടിക്കണ്ട. നമ്മുടെ പിള്ളേരുണ്ടല്ലോ നേർവഴി കൊണ്ടുപോകുന്ന കാര്യം ഞാനേറ്റ്. ചന്ദ്ര നീയാണ് മെയിൻ. ഈ സിറ്റിയിലുള്ള എല്ലാ പോലീസ് വണ്ടി നീ കയറി മോഷ്ടിക്കും, എന്നിട്ട് അവരായിട്ട് തല്ലുപിടിക്കും. അവസാനം പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങണതോ ഞാനും. ചന്ദ്രനുള്ളത് കിട്ടി. ആ കണ്ണമ്മോൻ ഇവിടെ ഉണ്ടായിരുന്നു. അച്ഛനാ ഞാനിവിടെ ഉണ്ട്.
കണ്ണപ്പി ഒരു കാര്യം പറഞ്ഞേക്കാം, ഇവിടെ ഉള്ള ആർക്കും ഇപ്പൊ നമ്മളോട് ഒരു പ്രശ്നമില്ല. ദൈവത്തെ ഓർത്ത് വെറുതെ അവരെ പിറകെ പോയി വെറുപ്പിച്ച് അവരെ ശത്രുക്കളാക്കരുത്. വാസവണ്ണ ഈ സിറ്റിയിൽ നമ്മൾ സ്നേഹം മാത്രമേ ഉള്ളൂ, നോ ശത്രുത. പിന്നെ ബാബു നീ ഉണ്ടല്ല, ബാബു നീ വേണേ വള്ളി പിടിച്ചു, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ നീ എന്നെ ഊക്കണത് അത് ഇച്ചിരി ഒന്ന് കുറക്കണം. ഓ ഊക്ക്, ഓ ഹം ലോഗ് ദേखेंगे. എടാ മുതുക്കി നിൽക്കുന്നവരോട് ചോദിച്ച സമയം എത്രയാണ്, അപ്പൊ അവൻ പറയണ ഇന്നലത്തെ സമയമാണെന്ന്. അവൻ വള്ളി മൈൻഡല്ലേ. അവൻ നിന്നോട് അങ്ങനെ പറഞ്ഞ, എന്നാ പിന്നെ ഇത് ചോദിക്കണം. ആ അവൻ അങ്ങനെ പറഞ്ഞ, നമുക്ക് ചോദിക്കാം. ഒരുത്തിനൊരു വള്ളിയും പിടിച്ച് വന്ന് അതീ തൂങ്ങി എല്ലാരും പോവുകയും ചെയ്തു. വാ വാസു, ഇവന്മാരെല്ലാരും നേരാക്കി ഒറ്റ മാർഗ്ഗം ഇല്ല. ജോക്കി വിളിക്കാൻ സമയം. നൈസ്. അല്ലടാ അവൻ ചെയ്യാറുണ്ട്. ഇതെന്താ? മിസ്റ്റർ യാനിസ് ഡൊണേറ്റഡ് ഹെയർ ഫോർ ക്യാൻസർ പേഷ്യൻസ്. ഓ കൊള്ളാടാ. അണ്ണാ എന്നെ ഓർമ്മയുണ്ടോ? അയ്യോ എടാ നീയായിരുന്നു അത്. എടാ ഇവനെ ഓർമ്മയുണ്ടോ? എടാ ഇവൻ ടിവിയിൽ കേറണമെന്ന് വന്ന് പറഞ്ഞ ഒരു പയ്യനാണ് ഇവൻ ഒരു ബാക്ക് സ്റ്റോറി കൊണ്ട് വന്ന് ആ ബാക്ക് സ്റ്റോറി കേട്ടിട്ട് എനിക്ക് സങ്കടമായി. എന്താ ഇല്ല ഒന്നുമില്ല, ചുമ്മാ ഒരു സ്റ്റോറി പറയാ നമ്മള് കേക്കട്ടെ. ഇല്ല അത് വേണ്ട. ടിവിയെ കേറണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരു പയ്യനാണ് ഇവൻ. இது எனக்கு ஒரு செகண்ட் எப்படி தெரியுமா தோணுச்சு, வினீத் வந்துட்டு எக்ஸ்ட்ரா ஹேர் வச்சிருக்க மாதிரி இருந்துச்சு. വിനീത് മുടി വളർത്തിയതാണോ? എന്റെ ആളിയാ സത്യല്ലേ? വിനീതിന്റെ ഒരു കട്ടുണ്ടല്ലേ? സത്യല്ലേ? വിനീതിന്റെ ഒരു കട്ടുണ്ടല്ലേ? ഇത് വിനീത് തന്നെ. കാറെന്നെങ്കിൽ കൺഫേം, കാറെന്നെങ്കിലേ കൺഫേം. ടൈം ഗെയിമറാണ്, കാറെന്നെങ്കിലേ കൺഫേം. ടൈം ഗെയിമറാണ്. ഇവൻ ലൈവ് ഒക്കെ ഇടുന്നതാ ടൈം ഗെയിമർ എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ? മറ്റേ തൊപ്പിയുടെ ഒക്കെ പോലത്തെയാണ് ഇവൻ ലൈവ് ഒക്കെ ഇടുന്നത്. ഞാൻ കാണിച്ചു തരാം. ഓ ടൈം ഗെയിമർ. ഇവൻ ഇപ്പൊ ചാനലൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടാ. ഓ ഇവന്റെ ചാനൽ ആരോണ്ട് കൊണ്ടുപോയി. അങ്ങനെ ഒരു ചാനലേ ഇല്ല. ആരളിയാ കൊണ്ടുപോയി? നിന്റെ അച്ഛൻ കൊറേ നേരം ആയിക്കോട്ടെ പൂട്ടച്ചി. ആ അങ്ങനെ ഒരു ചാനലേ ഇപ്പൊ ഇല്ല. ഇപ്പൊ പോയി. അണ്ണാ ഈ ഗെയിം ട്രൈ ചെയ്ത് നോക്ക്. സീനാണ് ഡ്രോയിഡ് ബിക്കം ഹ്യൂമൻ. മൾട്ടിപ്പിൾ എൻഡിങ് ഉള്ളതാണ്. ബേസ്ഡ് ഓൺ ഹൗ വി പ്ലേ ദ ഗെയിം വിത്ത് 85 ഡിഫറെന്റ് എൻഡിങ്. അബ്സല്യൂട്ട് സിനിമ. Hi Daniel. My name is Connor. How do you know my name? I know a lot of things about you. I've come to get you out of this. ഓ ഇത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ ക്ലിപ്പ് എവിടെ കണ്ടിട്ടുണ്ട്. പടത്തിലുള്ളത് ഇത് പടമല്ലടാ, ഇത് ഗെയിം ആയത്. Noise anymore. Tell that helicopter to get out of here. I don't think they'd listen to me. I've spent my life taking orders. Now it's my turn. So overdue, I owe them. Swept away. Let the sky fall and we will stand tall. അവൻ ചാവോ? മിഷൻ സക്സസ്ഫുൾ. അളിയാ അവന്റെ ഒരേ ഒരു മോട്ടീവ് തന്നെ, ഇത് അവന്റെ മിഷൻ സക്സസ് ആക്കണം. എടാ ഈ ഗെയിമിന്റെ പേരെന്താ? பொண்ணு சேவ் பண்ணும். നോട്ട്സ് എടുത്ത് സേവ് ചെയ്ത് വെക്കട്ടെ. Human something they said, no? Droid become human. ഓക്കെ Detroit. ഓക്കെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നോക്കാം ഗൈസ്. അവള് നിങ്ങളോട് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടും ഓൺലൈനിൽ ഉണ്ടെങ്കിൽ അവൾ തീർച്ചയായും അവളുടെ രണ്ടാമത്തെ ചിക്കിനോട് ചാറ്റ് ചെയ്യുകയായിരിക്കും. അതല്ല അവള് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട്. കൃഷ്ണനാണോ ഈ ഉപദേശം തരുന്നേ? ശരിയാണ്, പുള്ളിക്കാരന് കൊറേ റിലേഷൻഷിപ്പ് ഉള്ള ആളാണ്, എക്സ്പീരിയൻസ് ഉള്ളതല്ലേ. ശരിക്കും ഉറങ്ങാൻ പോയെങ്കിൽ അവളുടെ രണ്ടാമത്തെ ചിക്ക് നിങ്ങളാണ്.
ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? നമ്മളും ഇതേ സംഭവം തന്നെ ചെയ്യണം. അവളെ മെയിൻ ചിക്കായി വെച്ച് ഒരുപാട് സൈഡ് ചിക്കനെ നിങ്ങൾ സമ്പാദിച്ചെടുക്കണം. എന്നിട്ട് എല്ലാവരെയും കല്യാണം കഴിക്കണം അവളെ ഒഴിച്ച്. എന്നിട്ട് മെയിൻ ചിക്കായ അവളുടെ പേര് എന്നെ പോലെ പാടി നടക്കൂ. രാധേ രാധേ. രാധേ രാധേ എവിടെയാ പുരാണം വെച്ച് നോക്കിയാൽ അത് കറക്റ്റ് ആണ്. പക്ഷേ ഇതൊന്നും കേട്ട് മെയിൻ ചിക്ക് സൈഡ് ചിക്ക് എന്നൊക്കെ പറഞ്ഞിരുന്ന സൈഡ് ചിക്ക് പൊക്കുമ്പോ മെയിൻ ചിക്കും പോവും, എല്ലാ ചിക്കും പോയി സിംഗിൾ ആയിട്ട് ഇവിടെ നിന്ന് ലൈവ് കാണേണ്ടി തിങ്കളായിട്ട് ഒറ്റയ്ക്ക് അതെ, പോകുമ്പോ ഇത് feel ചെയ്യും. അതിലും ഭേദം ഒരെണ്ണത്തിനെ ഞാൻ പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം. ഒരെണ്ണത്തിനെ മാനേജ് ചെയ്യുന്ന തന്നെ വലിയ പാടാണ്. പിന്നെയാണ് അതന്നെ, രണ്ട് അതന്നെ. മൂന്നെണ്ണത്തിനെയൊക്കെ അതൊക്കെ വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കും നിങ്ങളെ. അതിലും ഭേദം ലെജൻസ് മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് തോന്നുന്നു. ഇന്ന് ഇതൊക്കെ പുരാണം, കൃഷ്ണന്റെ ഒക്കെ കാലം എന്ന് പറഞ്ഞാൽ അന്ന് അത് മനസ്സിലായി. പുരാണം അത് ഇതൊക്കെയാണ്, വിശ്വാസം മാത്രമുള്ള ഒരു മനസ്സിലായി. കാര്യമാണ്. ഫോണൊക്കെ ഉണ്ടല്ലോ. വേറൊരു കാര്യം നിങ്ങൾക്ക് ഫോൺ പറയാം, ഉണ്ടല്ലോ. വേറൊരു കാര്യം നിങ്ങളടുത്ത് പറയാം. ഇന്ന് ഒരാൾക്ക് ഒരു പെണ്ണിനെ പോലും കിട്ടാത്ത കാലമാണ്. അപ്പൊ ഈ മെയിൻ ചിക്ക് സൈഡ് ചിക്ക് എന്നൊക്കെ പറഞ്ഞു പോയാൽ മൂഞ്ചി തെറ്റും. മനസ്സിലായ? ഉള്ള ഒരെണ്ണത്തിനെ മര്യാദയ്ക്ക് കൊണ്ടുപോകാൻ നോക്കുക. അല്ല പിന്നെ ദേശീയത്ത് കോൺസെൻട്രേറ്റ് 2021-24 ദിലീപ് ഇത് 32 ഹിറ്റ്സ് 2000-2010. പുള്ളിയുടെ ആ ഒരു ഇൻസിഡന്റിന് ശേഷം ലൈക്ക് കംപ്ലീറ്റ്ലി പോയടാ. അതായത് ഇപ്പൊ ഒരു പുള്ളിയുടെ ലാസ്റ്റ് പടങ്ങൾ OTT പ്ലാറ്റ്ഫോം പോലും മേടിച്ചിട്ടില്ല, ഒരു OTT പ്ലാറ്റ്ഫോമുകൾ പോലും മേടിച്ചിട്ടില്ലെന്നാ പറയണേ. അയ്യോ, എങ്ങനെ ഉണ്ടായിരുന്ന ആളല്ലേ, എങ്ങനെ ആയെന്ന് നോക്ക്. ഡൗൺഫോൾ അറ്റിറ്റ്സ് അതിനെന്തൊന്ന് റിക്കവർ ചെയ്യാൻ പറ്റട്ടെ പുള്ളിക്ക്. പക്ഷെ വേറൊരു കാര്യം പറയാം ഗൈസ്, ബേസിലിന്റെ ഇപ്പോഴത്തെ അഭിനയം എന്റെ അമ്മോ ഒന്നും പറയാനില്ല. പുള്ളിയുടെ ഓരോ പടത്തിലും ഓരോ കിട്ടുന്ന റോള് കിടിലമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാള്. എന്റെ അമ്മോ, ലാസ്റ്റ് മറ്റേ പടത്തിന്റെ പേരെന്തായിരുന്നു? അയ്യോ മറന്നുപോയി. മറ്റേ ഞാനിപ്പോ പറഞ്ഞ ഈ റൂമിൽ 5 ലക്ഷം രൂപ വരും, അതാണ് ആ ക്യാരക്ടർ. അതേതായിരുന്നു പടം? ഏതായിരുന്നു? പൊന്മാൻ. അയ്യോ എന്ത് കിടിലം പടമല്ലേ. പൊന്മാൻ കണ്ടിട്ടില്ലാത്തവരൊക്കെ കണ്ടു നോക്കുക ഗൈസ്. കിടിലമാണ് കേട്ടോ, കിടിലം പടമാണ്. മറ്റേ നമുക്കൊരു ഫൈറ്റ് ചെയ്ത് ജീവിക്കാനൊക്കെ തോന്നും പൊന്മാൻ കാണുമ്പോൾ. കിടിലം പടമാണ് കേട്ടോ, വലിയ എക്സാജറേഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു പടമാണ്. നല്ല രസമാണ് കാണാൻ, കിടിലോ. അണ്ണാ നോക്കാതെ പോവല്ലേ, നോക്കിയടാ ഇനി പോവല്ലേ. രസമാണ് കാണാൻ, കിടിലോ. അണ്ണാ നോക്കാതെ പോവല്ലേ, നോക്കിയടാ ഇനി പോവല്ലോ. ഓക്കെ അളിയാ, നോക്കളിയാ, മാവളിയാ. അതായത് മറ്റേ ഹരികൃഷ്ണനാണെന്നാ തോന്നുന്നു എനിക്ക്. വരച്ചതാണോ? കണ്ട, ഞാൻ പറഞ്ഞില്ലേ അവനാണ് ഇങ്ങനത്തെ സാമാനങ്ങളൊക്കെ പടച്ചു വിടുന്നത്. ഇവന് വേറെന്തോ അസുഖമാണ്. ഇവ വീടിന്റെ പുറത്ത് പോലും ഇറങ്ങാതെ രാവിലെ തൊട്ട് പ്രിന്റ് ചെയ്യാൻ തുടങ്ങും. ഒരു 7:45 അലാറം വെച്ച് എണ്ണീറ്റിട്ട് തിന്നു പോലും ഇല്ല, പെൻസിലും പേപ്പറും എടുത്ത് പ്രിന്റിങ് രാവിലെ തൊട്ട് താഴെ വരെ. എന്താണോ അവന്റെ കണ്ണി കാണുന്ന അതേപോലെ അച്ചടിച്ചു വെക്കും. ഇങ്ങനെ ഒരുത്തനെ ഞാൻ എന്ത് പറയാനാണ്. അത് കണ്ടാ നിങ്ങൾ ആദ്യം കാണിച്ച റെഫറൻസ് കണ്ടാ? റീല് കാണുമ്പോ ഇങ്ങനെ എല്ലാം സേവ് ചെയ്ത് വെക്കും, എന്നിട്ട് ഇരുന്ന് വര തുടങ്ങും രാവിലെ ആവുമ്പോ. റെഫറൻസിനേക്കാളും ഭംഗിയുണ്ടാവും വരച്ചത്, പറയാതിരിക്കാൻ വയ്യ. ഹരീഷ്ണ, നിനക്ക് എന്തോ പ്രശ്നമുണ്ടേ? ആ ഇത് ഡിസ്പ്ലേ ആണോ ഇത്? ഇപ്പൊ ബസ്സിനൊക്കെ അങ്ങനെ ഡിസ്പ്ലേ ഞാൻ ആദ്യം കണ്ടപ്പോ ഇത് കണ്ടപ്പോ വിചാരിച്ച ലൈറ്റ് ആ നെയിം ബോർഡിന്റെ മണ്ടയ്ക്ക് ലൈറ്റ് ഇരിക്കുവാണ്. കണ്ട, ഇങ്ങനെ കണ്ട അങ്ങനെയല്ല പറയത്തുള്ളൂ. അവരാധപ്രവി ഇവിടെ ഉണ്ട്. എന്റെ അമ്മ, ജോക്കി ഞാനൊരു കാര്യം പറയട്ടെ ജോക്കി. എനിക്ക് പണ്ട് സ്കൂളിൽ നിന്നൊക്കെ കോളേജിൽ നിന്നൊക്കെ ട്രിപ്പ് പോയതുപോലെ
ബസ്സിനകത്ത് പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ സ്മോക്കൊക്കെ ഇതാക്കി ട്രിപ്പ് പോവാൻ കൊതിയാവും ജോഗി. എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകും ജോഗി, എവിടെയെങ്കിലും കൊണ്ടുപോകും ജോഗി. നിനക്കൊരു ബസ് അങ്ങ് വാങ്ങിച്ചുകൂടാ? ஏற்கனவே அந்த பஸ் எடுக்க போறேன்னு சொன்னீங்க, அது என்ன ஆயி? ഓ കോച്ച് എല്ലാം അഡ്വാൻസ് എല്ലാം കൊടുത്ത് ഇപ്പൊ ചേസ് ഇറങ്ങി പ്രകാശിൽ കൊടുത്തേക്കുന്നു ബോഡി പടിയാൻ വേണ്ടിയിട്ട്. ഒരു 6 മാസമാണ് അവർ സമയം പറഞ്ഞു. 6 മാസം കഴിയുമ്പോഴത്തേനും വരും. 6 months. എടാ എല്ലാവർക്കും ഹായ്, എല്ലാവർക്കും ഹായ്. എടാ ഈകളെ നമുക്ക് ബസ് വാങ്ങിക്കാം. ഓ ജോക്കി ഞാൻ ഓൾറെഡി മേടിച്ചു ജോക്കി. ഇനി പ്രകാശിൽ കൊടുത്തേക്ക് ഒരു 6 മാസമാണ് ഒരു ടൈം പറഞ്ഞേക്കണേ. ഉടനെ ഇറങ്ങും. I have a beautiful smile. No, my smile is beautiful. Nah, mine is best. The best video. ഇന്നത്തെ കിടിലൻ, ഇന്നത്തെ ബെസ്റ്റ് വീഡിയോ ഇതാണ് ഇന്നത്തെ ബെസ്റ്റ് വീഡിയോ ജോക്കി. വീഡിയോ ഓഫ് ദി ഡേ ഒന്നുകൂടെ കാണട്ടെ. ഇവരൊക്കെ ആരാ, സിനിമ നടിമാരാണോ? ഇന്നലെ രാത്രി അടുത്തത് സിഡ്നി സ്വീഡൻ. ബ്രോ നീ ഇന്നലെ രാത്രി ഇത് ഇവിടെ എഡിറ്റ് ചെയ്തിട്ടല്ലടാ. നിന്നെ ഇന്നലെ വീസി കണ്ടപ്പോ എനിക്ക് തോന്നി അനാട് കർമാസിനെ സിഡ്നി സ്വീഡനെ അറിയാത്ത നീയൊക്കെ സിനിമ നടിമാരാണോ ജോക്കി? പിന്നെ ഞാൻ അങ്ങനെ ഇംഗ്ലീഷ് സിനിമ ഒന്നും കാണാറില്ല. ഇത് മെഗാൻ ഫോക്സ്. എനിക്ക് ഇന്ത്യൻ ഫിലിംസാ ഇഷ്ടം. നമ്മുടെ മലയാളം, തമിഴ്, ഹിന്ദി. പിന്നല്ല കിടന്ന വീഡിയോ ഡൗൺലോഡ് ചെയ്യട്ടെ. അല്ലെ ഇവര് അസൂയുള്ളവര് ചിലപ്പോ ഇതാക്കി കളഞ്ഞോളെ. ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നേ? ഇവിടെ ഉണ്ട്. നിന്റെ കിടപ്പുണ്ടായിരിക്കും ഓൾറെഡി. എന്താണ് വാച്ചിങ് 7.2K ലൈക്ക് അടിച്ചിട്ടുള്ളൂ. എല്ലാവരും ലൈക്ക് അടിക്കാത്തവർക്ക് വേഗം ലൈക്ക് അടിക്കണേ. ബ്രോ യു നോ ഹൗ ടു യൂസ് AI. Why don't you create Ghibli style images? Meanwhile what I create? കടമേ പോണേ, ഒരു ഹെൽപ്പ് ചെയ്യാവോ? കാരണം നാളെ നമ്മുടെ റൊണാൾഡോയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പുള്ളിയെ നേരിട്ട് കാണുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ അതെന്തായാലും പറ്റത്തില്ല. അപ്പോൾ നീ പറ്റുവാണെങ്കിൽ നിൻ്റെ ഒരു കഴിവ് വെച്ചിട്ട് ഒരു നല്ലൊരു എഡിറ്റ് ചെയ്യാവും. പെരിനെ ആ ചെറിയ സ്പാൻഡറും കൊണ്ട് കൊടുക്ക്. ഇപ്പൊ ശരിയായിട്ട് ആര് കണ്ടാലും ഒറിജിനൽ ആണേ പറയുള്ളൂ. സൂപ്പർ. നീ ഒരു വട്ടം എമ്പരാൻ കണ്ടതല്ലേ, പിന്നെ എന്തിനാ കാണണ? വീണ്ടും ടിക്കറ്റ് എടുക്കണേന്ന്. ഈ ഒരു ഒറ്റ സീൻ മതി വില്ലംബ്രോ. ഈ പടം എന്റെ അമ്മു. പൃഥ്വിരാജ് പറഞ്ഞില്ലായിരുന്നു ഓൾറെഡി മോഹൻലാൽ മുണ്ടെടുത്ത് വരുന്ന സീക്വൻസുകളൊന്നും ഉണ്ടാകത്തില്ല, അതല്ല വാട്ട് വി ആർ മേക്കിംഗ് എന്ന് പറഞ്ഞ പുള്ളി ഒരു വീഡിയോ പറഞ്ഞായിരുന്നു. പക്ഷെ ഈ ഒരു ഒറ്റ സീൻ ഉണ്ടല്ലോ, ഞാനിപ്പോ തുടക്കം പറഞ്ഞതേ ഉള്ളൂ. മറ്റേ ലേസർ വരുന്നത് ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ച മറ്റേ സാഗരജാക്കിലുണ്ടല്ലോ ആ സാധനം. സാഗരജാക്കിലല്ലേ ആ ലേസർ വരുന്നതാണുള്ള. പക്ഷെ ഈ ഒരു ഒറ്റ സീൻ ഇത് മതി. പിന്നല്ല ഈഗിൾ ബ്രോ മറ്റേ ബെല്ലാരിയുടെ എന്താടാ ബെല്ലാരിയുടെ പുതിയ ഗ്യാങ് വണ്ടി ഉണ്ടായിരുന്ന? ഇല്ല കാണണ്ട. ഇത് ഡിസ്കോഡ് കുറച്ച് നോക്കട്ടെ, എന്നിട്ട് ഞാൻ അല്ലാത്ത വീഡിയോ റിയാക്ട് ചെയ്യാം. ഓക്കെ.
സത്യം ഇപ്പൊ ഈ കൊറേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നു തുടങ്ങിയതോടെ കൊറേ ആർട്ടിസ്റ്റ് അവർക്കൊക്കെ ഭയങ്കര ഫീൽ ബാഡ് ആയി തുടങ്ങി. കഷ്ടപ്പെട്ട് എഫേർട്ട് ഇട്ട് ഇത്രയും ഇതൊക്കെ കാണുമ്പോ ഗൈസ് ബാലിന്റെ വീഡിയോ ഞാൻ കാണാന്ന് പറഞ്ഞല്ലേ ഗൈസ്. ഞാൻ കുറച്ച് ഡിസ്കോ ട്രോൾസ് ഒന്ന് നോക്കിക്കോട്ടെ, ഇങ്ങനെ സ്പാം ചെയ്യല്ലേ പ്ലീസ്. ഞാൻ കണ്ടോളാം പ്ലീസ്, കണ്ടിട്ടേ പോവുള്ളൂ, ഞാൻ അതും കണ്ടിട്ടേ പോത്തുള്ളൂ പ്ലീസ്, ദയവ് ചെയ്ത്. ഞാൻ കുറച്ച് നേരം ഇതൊന്ന് നോക്കിക്കോട്ടെ. ആ പറടാ. സ്റ്റാലിൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൂടെ ഒന്ന് കാണാം. ഏത് ചാനലാ? ലിങ്ക് ഇട്ടിട്ടുണ്ട്, ഇതിനകത്ത് ലിങ്ക് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു സ്കൈ. ഓക്കെ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ ഇന്ന് ഭരിക്കുന്ന ഒരു രാജ്യവും നാളെ സ്വാതന്ത്ര്യം കിട്ടിയാലും പുരോഗമിക്കാൻ പാടില്ലെന്ന ഫ്യൂഡൽ കോംപ്ലക്സ്. അതിനാണ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന കാലപ്പാനല്ലേ ജോഗി ഇത്? മതവൈരാഗ്യത്തിന്റെ വിത്തുകൾ ഇന്നേ പാകിയിട്ടുള്ളത്. പക്ഷേ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഈ ദ്രോഹം നാളെ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയാലും ആളിപ്പടരും. That will destroy the country. But there will be a day every Indian will realize that India has only one religion. That is patriotism. എന്ത് ഡയലോഗ് ഇതിനകത്ത് മോഹൻലാല് മറ്റേ ഷൂ നക്കുന്ന സീനൊക്കെ ഒറിജിനൽ ആണെന്നാ പറയണേ. യഥാർത്ഥത്തിൽ അതങ്ങനെ ചെയ്തിട്ടുണ്ട്. ഗൈസ് ബസൂക്ക കണ്ടോ എല്ലാരും? ഞാൻ കണ്ടില്ല. ബസൂക്കെ പറ്റി എന്താണ് റിവ്യൂ നിങ്ങളുടെയൊക്കെ? ഹോണസ്റ്റ് ആയിട്ടുള്ള കാര്യം പറയാട്ടോ. ഞാൻ ഇപ്പോഴേ പറയാം. ഇല്ല ഒന്നും കണ്ടില്ല ചേട്ടാ, ഇന്ന് ഇറങ്ങി ഒന്നും കണ്ടില്ല. എനിക്ക് പനിയായിരുന്നു, ഞാനിപ്പോ എണ്ണീറ്റതേ ഉള്ളൂ. ഞാൻ ആശുപത്രിയിലായിരുന്നു. എനിക്ക് പനിയായിരുന്നു. പിന്നെ വേറൊരു കാര്യം ഗൈസ്, നിങ്ങൾ ഈ റിവ്യൂ എന്ന് പറയുന്ന സാധനം താഴെ ആര് പറയണ എന്താണെങ്കിലും അത് കണ്ടിട്ട് നിങ്ങൾ അത് കണ്ടിട്ട് പോയി ഇതാക്കരുത്, കാണാൻ നിൽക്കരുത്. ബേസിക്കലി അത് ഞാനിപ്പോ എക്സാമ്പിൾ പറയാം. ഒരു ഫുഡ് ഓരോരുത്തരുടെ ടേസ്റ്റ് ബഡ്സ് ഭയങ്കര ഡിഫറൻറ്റാ. ഒരാൾ പറയണ കൊള്ളത്തില്ലെന്ന്, പക്ഷെ നമ്മൾ പോയത് തിന്നു നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. അതുപോലെ തന്നെ ഉള്ളൂ, ടേസ്റ്റ് ആണല്ല. നമ്മുടെ ഓരോ ടേസ്റ്റ്, നമ്മുടെ ഓരോ മറ്റേ ഈ പറയണത് പോലെ നമുക്കായിട്ടുള്ള ഒരു ഇഷ്ടമുണ്ടല്ലോ, ആ സാധനം വേറൊരാൾക്ക് എന്തായാലും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നേരെ പോയി കാണുക. അണ്ണാ ഒരു ഡിവൈസ് സ്പോൺസർ ചെയ്യുക ഫോർ സ്ട്രീമിംഗ് സ്റ്റക്ക് ഗെയിമിംഗ്. മോനെ ഒരു കുഞ്ഞുവാവ ജനിച്ച് അവന് സ്നഗ്ഗി സ്പോൺസർ ചെയ്തോണ്ടിരിക്കുകയാണ് ഞാനിപ്പോ ഡെയിലി. ഇതിന്റെ ഇടയ്ക്ക് നിന്നെയും കൂടെ പോറ്റാൻ എനിക്ക് ഇപ്പൊ ഗതിയില്ല, സത്യം പറയാം. ഞാൻ ലൈവ് വന്നിട്ട് തന്നെ കുറെ നാളായി. ഞാനൊരു 4-5 ദിവസമായിട്ടാണ് ലൈവ് വരുന്നത്. ആദ്യം ഞാൻ അവനെ സ്നഗ്ഗി ഇല്ലാത്ത രീതിയിൽ ഒന്ന് വളർത്തി വലുതാക്കിക്കോട്ടെ, അതിനുശേഷം ബാക്കി. മനസ്സിലായോ? കുറെ ഡ്രോയിങ്സ് വരുന്നുണ്ട്. ഈ ഡ്രോയിങ്സ് മാത്രമായിട്ട് ഞാൻ നോക്കുന്നില്ല, എല്ലാം കൂടെ ഡ്രോയിങ്സ് മാത്രമായി. ക്യാമറയാ This camera is so that you don't need all of these. Yes, this is the light camera and this is a proper camera with a ton of cool features. First of all, you get focal length of 28mm, 70mm and even 150mm right on this. And when you click a picture, 5 cameras capture the picture at the same time, allowing you to change the focus later using their app. You can even quality illa. See the lens switching in real time, and when you zoom in, the required lens just activates by itself and gives you the best optical zoom possible without you attaching a different bulky lens or using digital zoom. By the way, this is a camera and not a phone. So you get raw, unprocessed, sharp images like this, unlike iPhone pictures. You can even shoot videos using these cameras and they turn out really good. There's a built-in 256GB storage which you can connect to your PC to transfer. You also get laser autofocus and sensors to warn you if your fingers are blocking the lenses. This is a great small camera with big superpowers. So share this with a photographer. അറിഞ്ഞൂടാ ചോക്കി, അവനോട് ചോദിച്ചോ, അതെന്നെ പറഞ്ഞില്ല. പക്ഷെ ഇത് നാപ്റ്റോളല്ലേ, സത്യം വലിയ ക്വാളിറ്റി ഫീൽ ചെയ്തില്ലടാ. DSLR എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ടല്ലോടാ. ഇത് DSLRനെ ഒന്നും ഒരിക്കലും വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ബോയ്സ് ഫസ്റ്റ് പ്രയോറിറ്റി. അത് കൊള്ളാം. അണ്ണാ നിങ്ങളുടെ ലൈവിൽ നിന്ന് ഈ അക്കൗണ്ട് കണ്ടത് ഫിറ്റ്നസ് അണ്ണൻ പറഞ്ഞില്ലേ, ഞാൻ ഫോളോ ചെയ്ത് വീഡിയോസ് ഒക്കെ കണ്ടു. എനിക്ക് നല്ല ചേഞ്ചസ് ഉണ്ട്. എൻ്റെ വെയിറ്റ് 8 to 10 kg കുറഞ്ഞു. പിന്നെ മോട്ടിവേഷൻ നൈസാണ് അണ്ണാ. ശ്രീരാജ് ഒഫീഷ്യൽ. നമ്മുടെ മെമ്പേഴ്സിന് യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. 110 കിലോ ഉണ്ടായിരുന്നു, എനിക്ക് 91 കിലോ എത്തിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഞാനൊരു ഷെയർ ചെയ്യുന്നത്. ഇത് ഉണ്ടാക്കാൻ ഒരു 5 മിനിറ്റ് മതി. നമ്മുടെ ആദ്യം എടുത്തിരിക്കുന്നത് ഓക്കേടാ എന്താണ്, ഫ്രീ അഡ്വൈസ് ഫോർ ലൈഫ്. ഒന്നാമത്തെ കാര്യം, ആരുടെയും ഒരു സെക്കൻഡ് ചോയ്സ് ആവാൻ നിൽക്കാതിരിക്കുക.
രണ്ടാമത്തെ ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരാളെയും മറ്റുള്ളവരെ മുന്നിൽ വെച്ച് തരം താഴ്ത്തി സംസാരിക്കും. ചിലപ്പോൾ ആ മുറിവ് ഉണക്കാനോ ജീവിതത്തിൽ അവരുടെ ക്ഷമ ചോദിക്കാനോ നിങ്ങൾക്ക് ഒരു അവസരം ലഭിച്ചെന്ന് വരുന്നു. എനിക്ക് മനസ്സിലായില്ല. വണ്ടിയും കുണ്ടിയും തമ്മിലുള്ള ദൂരമുണ്ട്. പുള്ളി വെയിറ്റിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ഓർത്ത് വലിയ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആയിരിക്കും ഒന്ന് കേട്ടാ. ഓക്കെ, അയക്കിട്ട് എല്ലാം അപ്ലോഡ് ചെയ്തവൻ. അവൻ അപ്പോഴത്തേക്കിനും അവന്റെ റീൽസിൽ ഉണ്ടായിരുന്ന എല്ലാം അപ്ലോഡ് ചെയ്ത് തന്നവൻ. എന്റെ വീഡിയോ ഞാൻ തന്നെ എന്തിനാടാ റിയാക്ട് ചെയ്ത്? ഇത് എന്റെ ലൈവില് നടന്നതല്ലേടാ അണ്ണാ. ഇതൊന്ന് കാണണേ, ഇവന്റെ കൈ നോക്കണേ. എടാ അവൻ കയ്യില് മറ്റേ ഡ്രം ആപ്പില് ഡ്രം അടിക്കും. അവൻ ഡ്രം ആപ്പ് ഉണ്ട് ഈ ഫോണിൽ, ഡ്രം ചെയ്യാൻ പറ്റുന്ന ആപ്പ് ഉണ്ട്, അത് വെച്ച് അടിക്കും അവൻ. എന്റെ പൊന്നു, ഒന്നും അല്ല ജോക്കി, അവൻ ഏന്ന് പറഞ്ഞതാ ജോക്കി, ഏന്നല്ല. ആ ഡ്രോപ്പ് ഉണ്ടോ? എനിക്ക് ഉറപ്പാ ഇവൻ ഒരു 5 ഫിംഗറോ 6 ഫിംഗറോ എന്തോ കളിക്കണ പബ്ജി പ്ലെയറും കൂടെ അവൻ ഉറപ്പായിരിക്കും. ആൻഡ് ഇവൻ ഒരു ഗെയിമർ ആണെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അവന്റെ വിരലിന്റെ സ്പീഡ് കണ്ടാ അറിയാം. ഉറപ്പാണ്, വിരലിന്റെ സ്പീഡ് കണ്ട അവന്റെ വേറെപ്പെടും. അന്ന് മറ്റേ സൂപ്പർ സൂപ്പർ സൂപ്പർ. We actually have a message. The entire world. Give anime a chance. I know some people might think anime are just cartoons or... മിക്കവാറും ഈ ഗെയിം ഉണ്ടല്ലോ നമ്മളിപ്പോ കളിച്ചോണ്ടിരിക്കുന്നത്, ദ ഫസ്റ്റ് ബെർസക്കർ, അത് കണ്ടു കഴിയുമ്പോൾ ഞാനൊരു ആനിമി ഫാനായി മാറാൻ പോവാന്നാണ് എനിക്ക് തോന്നുന്നത്. Just for kids, but it's so much more than that. Anime teaches such valuable life lessons, like Vinland Saga, to have no enemies, Mob Psycho, to trust in yourself and the others around you, and One Piece, to always follow your dreams. These animes and life lessons are the reasons why we're even on the stage today accepting this award. ഒരു മിനിറ്റ് ജോക്കി, കുറച്ച് പുറകിലോട്ട് പോകാനാണോ? PC അയച്ചു കൊടുത്തായിരുന്നെങ്കിൽ ഇതൊന്നും കാണേണ്ടി വരത്തില്ലായിരുന്നല്ലോ. Just for kids, but it's so much more than that. Anime teaches such valuable life lessons, like Vinland Saga, to have no enemies, Mob Psycho, to trust in yourself and the others around you, and ആർക്കറിയാം ജോക്കി, ഞാൻ ഉടനെ ഒരു ആനിമി ഫാൻ ആവും ഉറപ്പായിട്ട്. എനിക്ക് കുറച്ചുകൂടെ കളിക്കാന്നടാ. പിന്നെ ഈസി ആയിട്ട് കളിക്കാം. ഈഗിൾ ഇഷ്യൂ എന്നാണ് ഇത്? ഈഗിൾ ഇഷ്യൂ എന്തുവാ? അവന്റെ ഏറ്റവും വലിയ സീൻ എന്ന് പറഞ്ഞാൽ അവനെ ട്രിഗർ ആയി കഴിഞ്ഞാൽ സീനാവുന്നതാണ്, മനസ്സിലായോ? അവനെ വിഷമിപ്പിക്കാൻ വേണ്ടി കുറെ വഴികളുണ്ട്, അത് ഈസിയാണ്, അതറിയാലോ. അവൻ ഇത്ര നിൽക്കുന്നുണ്ട് എന്തായാലും ഏറ്റവും കുറെ വരുള്ളൂ, മനസ്സിലായോ? അപ്പം അവൻ ഇങ്ങനെ കിടുമ്പോ അവൻ തളർന്നു പോകും, അതാണ് അതിന്റെ മെയിൻ. അവൻ ഭയങ്കരമായിട്ട് ഇതാകും, അതിന് കലിപ്പാകും, അങ്ങനെ ഇങ്ങനെ. പക്ഷേ ഉണ്ടല്ലോ മുത്തേ, ഇങ്ങനെ ഇടുന്ന പുണ്ണകളൊക്കെ ശ്രദ്ധിച്ചു, അവൻ നാളെ ഉണ്ടല്ലോ കഥകെ വന്ന് കൊട്ടു വീടിന്റെ മുന്നിലെ. ഒന്നാലോചിച്ചാൽ മതി, നാളെ കഥകിന്റെ അവിടെ നീ അന്ന് വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ഒരു ഇൻസിഡന്റ് ഉണ്ടായ ഓർമ്മയുണ്ടോ രഘുലെ? അത് ശരിക്കും അത് പോസ്റ്റ് ചെയ്യണമായിരുന്നു, അതായിരുന്നു പോസ്റ്റ് ചെയ്യേണ്ട സാധനം. ഇൻസ്റ്റയിലിട്ട വീഡിയോ അല്ല, അത് കൂടാതെ വേറെ ഞങ്ങളെ തൂക്കി ഇവൻ വീട്ടിൽ നിന്ന സമയത്ത്. എനിക്കറിയാം, അവനെ എക്സ്പോസ് പോസ്റ്റ് ചെയ്യണമായിരുന്നു, അത് പോസ്റ്റ് ചെയ്യണം. അത് യൂട്യൂബിലൊക്കെ അവനായിരുന്നു. ജോക്കി നാളെ ഒരു ഐറ്റം ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ജോക്കി. നാളെ ഞാൻ ലൈവ് വേണ്ടി അയച്ചുതരാം, ഞാൻ
ഞാൻ സംഭവം ഞാൻ പറഞ്ഞായിരുന്നു പക്ഷെ ഈഗിള് പോസ്റ്റ് ചെയ്തില്ല. ഈ ഇടുന്ന കുണ്ടകളൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. നാളെ കഥകിന്റെ അവിടെ രാവിലെ വന്ന് പൊട്ടുമ്പോണ്ടല്ലോ അവനായിരിക്കും മുന്നിൽ വന്നിരിക്കണേ, മനസ്സിലായ? അവനായിരിക്കും നീ നിന്റെ തന്തയുടെ തന്തയെ കണി കാണുന്നു, മനസ്സിലായ? അപ്പൊ അവൻ വീട്ടിൽ കയറി വന്നിരിക്കും, കസേരയിലിരിക്കും. കണ്ട് നിന്നോടും പറയും ഇവിടെ ഇരിക്കാൻ പറയും, നിന്റെ തന്തയോടും പറയും അപ്പോൾ ഇരിക്കാൻ പറയും, മനസ്സിലായ? എന്നിട്ട് അവിടെ പറയും പറയാനുള്ളതല്ല, മനസ്സിലായ? കുടുംബത്തിലേ ഉള്ളൂ നാളെ. ഇതാവുമ്പോ പറയാൻ ഒരു കാരണമുണ്ട് കേസ്, ഇതാവുമ്പോ പറയാൻ ഒരു കാരണമുണ്ട്. കാരണം സായിപ്പിന്റെ ഇഷ്യൂ ഉണ്ടായ സമയത്ത് ആ സമയത്ത് ഞങ്ങൾ ഇതുപോലത്തെ ഒരു സ്കീമിനകത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ അന്ന് ഇതുപോലെ ആ പയ്യനെ വീട്ടിൽ പോയി കണ്ടിട്ട് ഒന്നും പറഞ്ഞൊന്നുമില്ല. അല്ല സത്യമായിട്ടും പറയാം, വേറെ മോശമായിട്ടൊന്നും പറഞ്ഞില്ല. പുള്ളിയുടെ അവ അയച്ച മെസ്സേജും അവ ചെയ്ത് കാണിച്ച കാര്യവും ഞാൻ നേരെ കൊണ്ടുവന്ന് അവൻ്റെ അമ്മയ്ക്കും അവൻ്റെ അച്ഛനെയും പിടിച്ചിരുത്തിയിട്ട് ഇതുപോലെ കാണിച്ചു കൊടുത്തിട്ട് കാര്യം പറഞ്ഞ് അമ്മ ഇതുപോലെയാണ് സംഭവം. ഞാനിത് ചെറിയ ചെക്കനായതുകൊണ്ടാണ്, ചെറിയ ചെക്കൻ എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഫസ്റ്റ് ഇയറിനാണ് പഠിക്കണത്. അപ്പോൾ ചെറിയ ചെക്കനായതുകൊണ്ട് പിന്നെ അവൻ്റെ അമ്മ അങ്ങ് പറഞ്ഞു, മോനെ ഞങ്ങൾ കടം മേടിച്ചിട്ട് ലോൺ എടുത്തിട്ടൊക്കെയാണ് പഠിക്കാൻ വിടുന്നത്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ്. ഈ സെയിം അടൂരുള്ള പയ്യനാണ്, ഇവൻ അടൂര് വന്നതാണ്. ആ സമയത്ത് സായിപ്പിനോട് പറഞ്ഞത്, അതുകൊണ്ടാണ് അവനത് അങ്ങനെ പറയണേ. പിന്നെ അവരുടെ വീട്ടിലെ അവസ്ഥയും പുള്ളിക്കാരുടെ സംസാരമൊക്കെ കണ്ടപ്പം ഞങ്ങൾക്ക് ഷോക്ക് അടിച്ച്. അടൂര് എനിക്ക് അതിൻ്റെ അടുത്താണ്. അപ്പോൾ ഞങ്ങൾ പോയി അങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതായിട്ട് പറഞ്ഞു. അപ്പോൾ പിന്നെ ലാസ്റ്റ് അവരുടെ സംസാരം കേട്ടപ്പം എനിക്ക് ആ ചെറുക്കൻ്റെ കാര്യം പോട്ടെ, അവരുടെ അമ്മയുടെയും അച്ഛൻ്റെയും സംസാരം കേട്ട് നമുക്കൂടെ വിഷമം വന്നു, സത്യം പറയാലോ. കുടുംബത്തിലേ ഉള്ളൂ നാളെ, അതുകൂടെ ആലോചിച്ചിട്ട് കൊണച്ചോണം കേട്ടോ. അവൻ ഹാക്കിങ് മറ്റേ പരിപാടി നടത്തുന്നതാണ്. അവൻ വരും നിന്റെ വീട്ടുകാരെ നോക്കിയിരുന്നോ പരിപാടി. ജാക്കി ചാൻ സ്പീക്കിംഗ് മലയാളോ? എന്റെ വീട്ടിൽ വന്ന് എന്റെ മോളത്തെ മുറിയിൽ താമസിച്ച് മാസ്റ്റുബേറ്റ് ചെയ്യാൻ അവിടെ പരിപാടി. പുള്ളി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടേക്കുന്നുണ്ട് ജോക്കി, മാസ്റ്റുർബേഷൻ. ബസ്സുവിക്കകത്ത് ക്യാമിയ ഉണ്ട്. ആര്? ആറാട്ടെണ്ണ മമ്മൂട്ടിയെ ചേസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവസാനം പിടിക്കുമ്പോ ആറാട്ടെണ്ണ ഹെൽമെറ്റ് ഊരി നിൽക്കും. ലക്ഷങ്ങളാണ് പ്രതിഫലം തന്നത്. എനിക്കതൊന്ന് കാണാൻ വയ്യ. അയ്യോ, വി ഗോട്ട് ആറാട്ടെണ്ണ ഇൻ മൂവി ബിഫോർ GTA 6. അതും മമ്മൂക്കാണ് പോയി. എന്റെ അളിയാ, എന്തൊക്കെയാണ്. എടാ എന്താ ജോക്കിയെ കൂട്ടി വാ അടിച്ചു പൊളിക്കാന്ന്. മെന്നിയുടെ PC-യുടെ തുണി പൊക്കാൻ ഞാൻ ചെല്ലണം എന്നാണ് മെന്നി പറയണത്. എന്റെ അഭിപ്രായത്തിൽ മെന്നി തന്നെ തുണി പൊക്കുന്നതാണ് അതിൻ്റെതായിട്ടുള്ള ഒരു ശരി. ജോക്കിയെ വിളിച്ചോണ്ട് വരാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ മെന്നിയുടെ തുണി പൊക്കൽ ചടങ്ങ് ഉടനെ ഉണ്ടാവും, മെന്നിയുടെ പുതിയ PC-യുടെ. അപ്പൊ ഉടനെ അത് എന്നായിരിക്കും, 13-ാം തീയതിയോ 4-ാം തീയതി എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ എന്തായാലും ഉടനെ അപ്ഡേഷൻ പറയാം. എടാ എന്റെ റൂം ഫുള്ള് ഗൈസ്, ഇതിന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ ഒന്ന് പറ ഗൈസ്. എന്റെ റൂം ഫുള്ള് ഈ വെട്ടം കണ്ടോണ്ട് മറ്റേ കറുത്ത ആ സാധനം വരുന്ന ഗൈസ്. എന്തോ ഒരു ജോക്കി നിങ്ങളോടൊക്കെ എന്തോ മറ്റേ ഒരു വൃത്തിയുടെ വാടയുള്ള ചെല്ലി. ഇതോ ഇപ്പൊ ഒരു ഈ റൂമിൽ ഇപ്പൊ ഒരു ഷീറ്റിൽ ഫുൾ ആയി കാണുമല്ലോ മുകളിലല്ലേ? ആയില്ല ബ്രോ, മൊത്തത്തിലായി എല്ലാം കൂടെ. എടാ ബോബിന്റെ അടുത്ത് ഒരു ഫ്ലാഷ് ലൈറ്റ് പിടിച്ച് വാതൊക്കെ അവിടെ നിൽക്കാൻ പറ. ഒരുപാടായി ജോക്കി, ഒരുപാട്. ഇത് എന്ത് ചെയ്യുന്നു ഒരു പിടുത്തവും ഇല്ല. എന്റെ കൂടെ ഒരു വൃത്തിയായിട്ട തുമ്മലും മൂക്കലും. ഈയല ജോക്കി, കറുത്ത കളറിലെ മറ്റേ സാധനം. എള്ളൊന്നുമല്ല. ആ ചെള്ളെന്നാ പറയണ, ഇവിടെ ചെള്ളെന്നാ പറയണ ചേട്ടാ. ഇവിടെ ചെള്ളെന്നാ പറയണ. മറ്റേ പട്ടിയുടെ ഒക്കെ വേഗത്തിരിക്കുന്നില്ലേ? അതെന്താ പേടിച്ചു പോയി ഞാൻ. ഒന്ന് വണ്ടി ഇടിച്ചാ വണ്ടി ഇടിച്ച ഞാൻ പേടിച്ചു പോയി. അവന്റെ നെയ്മാണ് ഡെത്ത് റൈഡർ. ഡെത്ത് റൈഡറാ. 99% people failed. ഇതെന്താ പാട്? എന്തൊരു ജംപ് സ്കെയർ ആടാ. അവിടെ സ്പീഡ് കൂടുമായിരിക്കും.
ഒറ്റ പോക്കാ. കണ്ട അത് ചെയ്യാൻ പറ്റത്തില്ല. കണ്ട ആ ഒരു ഫ്രെയിം ഇല്ല. ആ ഫ്രെയിം സ്കിപ്പ് ആക്കി ഇപ്പോഴും ഉണ്ട് ഷാടാണ്ട് ആ ഒരു ഫ്രെയിം. ആ ഫ്രെയിം സ്കിപ്പ് ചെയ്ത് വെച്ച് കളഞ്ഞേക്കുക. ഓ ഈ ചെറുക്കൻ മറ്റു ചെറുക്കല്ലേ ഇത്? മറ്റേ മോൻ മറ്റേ റൈസറിന്റെ വേണ്ട ബേബി സീറ്റ് വെച്ച് കൊടുത്തേക്കുന്നുണ്ട. എനിക്ക് പോലും ഇതുപോലെ അറിഞ്ഞൂടല്ലോ. നിനക്ക് പോലും അറിയാം. നിനക്കല്ലേ വണ്ടി ബേസിക് ആയിട്ട് ഓടിക്കാൻ അറിയാവോ? നിനക്ക് നീ ഡ്രിഫ്റ്റ് എനിക്ക് ഡ്രിഫ്റ്റ് ഒന്നും അല്ല ഞാൻ പറയണത്. നിനക്ക് വണ്ടി നോർമലി റോഡിൽ കൂടെ ഓടിക്കാൻ അറിയാത്ത നീ അതിനെ പറ്റി പറയേണ്ട ആവശ്യമുണ്ടോടാ? ആദ്യം റോഡിൽ കൂടെ ഓടിക്കാൻ പഠിക്കും, പിന്നെ നമുക്ക് ഡ്രിഫ്റ്റിനെ പറ്റി ചിന്തിക്കാം. ആനന്ദ് എന്തോ തുണി പൊക്കുന്ന കേസ് പറഞ്ഞു കേട്ടോ. ആനന്ദേ ഒരു മയിലും പൊക്കണില്ല. നീ 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 വരല്ലേ? നീ നിന്നെ കാണാതിരിക്കുന്നതിൽ ഒരു സമാധാനം ഉണ്ട്. കെട്ടിയൊക്കെ ഉണ്ടോ അതിലൊക്കെ? ഈ തുമ്മല ഞാൻ എന്ത് ചെയ്യും? ആലപ്പുഴ ജിങ്കാന പൊളി പടമാണ്. മസ്റ്റ് വാച്ച് ഗൈസ്. ഓക്കെ കാണാം. വന്നിട്ട് പോയോ? അതിനുള്ള സമയം ഉണ്ടാകത്തില്ല ജോക്കി എനിക്ക്. 14-ാം തീയതി തുണി നോക്കിയിട്ട് പോവാം. IPL 13 വരുന്നേ. RCB ഈ സ്ഥല കപ്പ് നമ്മുടെ കൃഷ്ണ 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 രാധ കാമുക ഈ ഭക്തൻ 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 പാടും ദുഃഖം കേൾക്കണേ. കൃഷ്ണ കൃഷ്ണ ഗോപി കൃഷ്ണ കംസമർദ്ദക ഈ കത്തും കണ്ണിൽ നോവായി പെയ്യും കണ്ണീർ കാണണേ. കൃഷ്ണ 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 രാധ കാമുക ഈ ഭക്തൻ 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 പാടും കേൾക്കണേ. കൃഷ്ണ കൃഷ്ണ ഗോപി കൃഷ്ണ കംസമർദ്ദക ഈ കത്തും കണ്ണിൽ നോവായി പെയ്യും കണ്ണീർ കാണണേ. മഞ്ഞമുണ്ട് മടക്കി കുത്തി പടയ്ക്ക് നീ ഇറങ്ങി വായോ പകച്ചു നിൽപ്പു ഭാവം അർജുനൻ സുദർശനം എടുത്തെറിഞ്ഞ് അസുരന്റെ തലയറുത്ത് അവതര പിറവി പോലെ നടത്തിടണം നീ എൻ മംഗലം. ചുറ്റും ചുറ്റും വില്ലന്മാരാണമ്പും വില്ലുമായി ഈ യുദ്ധം 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 തീരാൻ കൂടെ നിൽക്കണേ. ചുറ്റും ചുറ്റും വില്ലന്മാരാണമ്പും വില്ലുമായി ഈ യുദ്ധം 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 തീരാൻ കൂടെ നിൽക്കണേ. ഗുരുവായൂർ മതിലകത്ത് പതിവില്ല ജലത്തിരക്ക് അടിപൊട്ടി തുടങ്ങിയെന്നാൽ ഒടുക്കമില്ല. വാട്ട് ട്രാജഡി 16,000 തവണ നീ നടത്തിക്കെട്ട്. പക്ഷെ വേറെ കാര്യമുണ്ട്. ഈ വട്ടത്തെ ചെന്നൈയുടെ കളി കണ്ടിട്ട് കപ്പ് പോയിട്ട് കോപ്പ് പോലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏറ്റവും ലാസ്റ്റ് ധോണി ക്യാപ്റ്റൻ ആയല്ലോ. ധോണി തിരിച്ച് ക്യാപ്റ്റൻ ആയോ? ഋതുരാജ് ഔട്ടായി. ഋതുരാജിന്റെ പരിക്ക്. ആണോ? ധോണി തിരിച്ച് ക്യാപ്റ്റൻ ആയോ? ധോണിയാണ് ഇനി ക്യാപ്റ്റൻ. ഓ ഓക്കെ 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 നോക്കാം. ഒരു കംബാക്ക് നോക്കാം. The next station is Shibuya. എന്താ മുക്കിനും മൂലക്കും എല്ലാം ഇങ്ങനത്തെ കാറാ? ഇതെവിടെ ടോക്കിയോ ആണോ? ധോണി ബാക്ക് ആസ് ക്യാപ്റ്റൻ. ഗൈസ് എല്ലാവരും ഡു ലൈക്ക് ദ സ്ട്രീം. നമുക്കപ്പോ